ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ചില ചിന്തകൾ കൂടി പങ്കുവയ്ക്കാം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആരംഭിച്ചത് അമേരിക്കയിലാണ്, ഓസ്ട്രേലിയയിലാണ് എന്ന് ചില വാദഗതികളുണ്ടെങ്കിലും അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹേമാർക്കറ്റിൽ നടന്ന ഒരു തൊഴിലാളി കൂട്ടായ്മയും അതോടൊപ്പമുണ്ടായ കലാപവും ആണ് മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുവാൻ കാരണം. ഹേമാർക്കറ്റിൽ ഒരു കമ്പനി തൊഴിലാളികൾ ഒത്തുചേരുകയും കമ്പനിയുടെ ചില നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാനുള്ള ഒരു സമരപരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ. നമുക്കറിയാം, വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കൂടുതൽ ഉൽപ്പാദനം, കൂടുതൽ ലാഭം, ഈ ഒരു മുദ്രാവാക്യവുമായി വ്യവസായ ലോകം മുതലാളിത്ത ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് 20 മണിക്കൂർ വരെ പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. 16 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ വരെ പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു തൊഴിലാളി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. അത് ഹേമാർക്കറ്റിലെ തൊഴിലാളി കൂട്ടായ്മയും അവിടെ ഉണ്ടായ കലാപവും അനിഷ്ട സംഭവങ്ങളും, അവിടെ അവരുടെ കൂട്ടായ്മയ്ക്ക് ശേഷം സമാധാനമായി പിരിഞ്ഞു പോകാൻ തുടങ്ങിയ തൊഴിലാളികൾക്കിടയിലേക്ക് ആരോ ഒരു അജ്ഞാതൻ ഒരു ബോംബ് എറിയുകയും തുടർന്ന് അവിടെ കലാപം ഉണ്ടാവുകയും പോലീസും തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെടുകയും പോലീസുകാരും കൊല്ലപ്പെടുകയും ഒക്കെ സംഭവിച്ചു. തൊഴിലാളികളെ പ്രതിയാക്കിക്കൊണ്ട് വിചാരണ നടത്തുകയും തൊഴിലാളികൾ ചിലരെ തൂക്കിലേറ്റുകയും ഇതിൽ മനം നൊന്ത ചില തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുക പോലും ഉണ്ടായി. ഇങ്ങനെ ഒരു വലിയ ചരിത്രം ഇന്നത്തെ മെയ് 1 തൊഴിലാളി ദിനത്തിന് പിന്നിലുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ എന്ന ഒരു പ്രതിഭാസം നമ്മളുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നത് ഉപജീവന മാർഗം എന്നാണ്. ഉപജീവന മാർഗമാണ്. അതായത് പ്രധാനപ്പെട്ട ജീവിതത്തിന് ഒരു ഉപജീവനമാണ് തൊഴിൽ. തൊഴിലിനു വേണ്ടി മരിക്കുക, താൻ ചത്ത് പണിയെടുക്കുക എന്നൊക്കെ നമ്മൾ നാടൻ ചൊല്ലായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. അതിന് ഒരു ഭേദഗതി ഉണ്ടായത് തൊഴിലുടമകളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഒരു ദാക്ഷിണ്യം ഉണ്ടായത് ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ്. റഷ്യയാണ് മെയ് 1 തൊഴിലാളി ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തത്. ഈ തൊഴിലാളി പ്രക്ഷോഭത്തിന് ശേഷമാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ വിശ്രമം, 8 മണിക്കൂർ ആനന്ദം, 8 മണിക്കൂർ തൊഴിൽ സമയമായി നിജപ്പെടുത്തിയത് ഇതിന് ശേഷമാണ്. ഇന്ന് സ്ഥാപനങ്ങൾ പണിയെടുക്കുന്നവർക്ക് 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈം കൊടുക്കുവാനുള്ള നിയമമുണ്ട്. 8 മണിക്കൂർ ഒരു മനുഷ്യന് 7-8 മണിക്കൂർ ഉറങ്ങണം, വിശ്രമം ആവശ്യമാണ്. 8 മണിക്കൂർ അവൻ വിനോദത്തിനും പഠനത്തിനും കുടുംബത്തോടൊത്ത് ചെലവഴിക്കുന്നതിനും. ഇങ്ങനെയുള്ള 24 മണിക്കൂറിന് 8-8-8 എന്ന് തിരിക്കപ്പെട്ടത് ഈ തൊഴിൽ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ വിശ്രമം പ്രധാനമാണ്, ഉറക്കം പ്രധാനമാണ്, കുടുംബം പ്രധാനമാണ്, അവൻ്റെ വിനോദങ്ങൾ പ്രധാനമാണ്, അവൻ്റെ പഠനം, പല കാര്യങ്ങളും വായിക്കാനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ അവന് സമയം ആവശ്യമാണ്. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ആ പ്രക്ഷോഭകാരികൾക്ക്, ആ തൊഴിലാളികൾക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഞാൻ എംപ്ലോയി കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇന്ത്യയിലെ ഓഫീസ് ബാംഗ്ലൂരാണ്. ഞാൻ പ്രധാനമായിട്ടും കേരളത്തിൽ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലുമുള്ള കമ്പനികളിലാണ് കൗൺസിലിംഗ് സർവീസ് കൊടുക്കുന്നത്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഒരു എംപാനൽഡ് സൈക്കോളജിസ്റ്റാണ്. ആവശ്യം വരുന്നതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീലാൻസ് ജോബാണിത്.
എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം EAP എന്നാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത്. അതായത് പ്രൊഫഷണലായിട്ടുള്ള പ്രമുഖ തൊഴിൽദാതാക്കൾ, എംപ്ലോയേഴ്സ്, അവരവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് എംപ്ലോയി കൗൺസിലിംഗ് സർവീസ് അഥവാ EAP, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. കൗൺസിലിംഗ്, സൈക്കോളജി എന്നീ പദങ്ങൾ പോലും അവിടെ ഉപയോഗിക്കുന്നില്ല. വളരെ സ്റ്റിഗ്മ ഉള്ള പദങ്ങളാണല്ലോ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി, സൈക്കോതെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അതെടുക്കാൻ മടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ EAP, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ് ഇതറിയപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശത്തും ഇത് വളരെ പ്രാധാന്യവും പ്രചാരവും ഉള്ളതാണെങ്കിലും ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. എങ്കിലും വിദേശ കമ്പനികൾ എല്ലാം തന്നെ അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് EAP സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൗൺസിലിംഗ് സർവീസാണ്. എന്തെങ്കിലും മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന ഒരു കൗൺസിലിംഗ് സർവീസാണ് EAP. അത് ഇൻഫോ പാർക്കിലെ കമ്പനികൾ അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഇൻഡക്ഷനിൽ അതൊരു ഓഫറായിട്ട് കൊടുക്കുന്നതാണ്. നമുക്കറിയാം PF, ESI അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി, ബോണസ് ഇതുപോലെയുള്ള മോണിറ്ററി ബെനിഫിറ്റ് എല്ലാ എംപ്ലോയീസിനും അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ചില ഫുഡ് കൂപ്പണുകൾ, ട്രാവൽ അലവൻസുകൾ ഇതൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പല സെഷനിലും പോയിട്ടുണ്ടെങ്കിലും ഇത് അവെയിൽ ചെയ്യുന്ന, ഇതിനെ താല്പര്യത്തോടു കൂടി എടുക്കുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം കുറവാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ മനഃശാസ്ത്ര ശാഖയ്ക്കും കൗൺസിലിങ്ങിനും ഒരു ആളുകൾക്ക് അതിനോടൊരു വെറുപ്പ് അല്ലെങ്കിൽ അതിനോടൊരു സ്റ്റിഗ്മയുണ്ട്. ഇതെന്തോ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഏർപ്പാടാണെന്നുള്ളത്. ഇവിടെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്, എന്തെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തളർച്ച മാനസികമായി അനുഭവപ്പെടുകയാണെങ്കിൽ അത് കടുത്ത മാനസിക രോഗങ്ങളാകണമെന്നില്ല. ഡിപ്രഷൻ ആകാം, ആങ്സൈറ്റി ആകാം, ടെൻഷൻ ആകാം, ജോലിയിലുള്ള സ്ട്രെസ് ആകാം, കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, രോഗപീഠകളാകാം. മനസ്സ് തളർന്നു പോകുമ്പോൾ അവർക്ക് തുറന്ന് സംസാരിക്കുവാനുള്ള ഒരിടമാണ് ഈ EAP പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നത്, കൗൺസിലേഴ്സ് കൊടുക്കുന്നത്. ഒരു മെൻ്റൽ വെൽബീയിങ്, നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളെ നമ്മൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കൗൺസിലറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഒരിക്കലും കൗൺസിലിങ്ങിനെ ഒരു മാജിക്കൽ റെമഡി ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. പലരും കരുതുന്ന പോലെ ഒരു ആവാഹിച്ചെടുക്കുന്ന രീതിയൊന്നല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലറും കൗൺസിലിയും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെ ഉരുത്തിരിയുന്ന ചില ആശയങ്ങൾ, ചില ഇൻസൈറ്റ്സ്, ചില സൊല്യൂഷൻസ്, അത് ക്ലയൻറ്റ് സ്വയം കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ്. ഇത് പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നമുക്ക് സംസാരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മുടെ പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ പാരൻസ് ഉണ്ട്, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ട്, ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു കൗൺസിലിങ്ങും സൗഹൃദ സംഭാഷണവും തമ്മിലുള്ള അല്ലെങ്കിൽ ഉപദേശങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായി വരുന്നത് നോൺ ജഡ്ജ്മെൻ്റലാണ്. ഈ വ്യക്തിയെ വിധി എഴുതാതെ അവരുമായിട്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള കാര്യം. മുൻവിധികളില്ലാതെ, വിത്തൗട്ട് പ്രിജുഡൈസ്, മുൻവിധികളില്ലാതെ കേൾക്കുന്ന ആയിരിക്കണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കൗൺസിലർ. ബയസ്ഡ് ആകാൻ പാടില്ല. ഇയാളെ എനിക്കറിയാം, ഇതിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിലും ഇയാൾ ശരിയല്ല. ഇയാളുടെ അറിയുന്ന ആളുകളുമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ആളുകൾ ബയസ്ഡ് ആയി പോവും. ഇത് ഇന്ന വീട്ടിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ മകനാണ്, മകളാണ്
അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുമെന്നുള്ള ബയസ്, കോഗ്നിറ്റീവ് ബയസ് കേൾവിക്കാരിലുണ്ടാവും. അവിടെയാണ് ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ ആവശ്യം വരുന്നത്. മറ്റൊന്ന് സീക്രസി, അതായത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളോട് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. മനുഷ്യരുടെ 100% ആളുകൾക്കും ആ ഒരു ശീലമുണ്ട്. നമ്മൾ ഈ ചെവിയിൽ കൂടി കേട്ടത് അടുത്ത ചെവിയിലൂടെ പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കിടന്നുറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ചും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ നമുക്കത് ആരോടെങ്കിലും പറഞ്ഞാലേ അന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ ഷെയർ ചെയ്താൽ പോരാ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം ലഭിക്കുമ്പോൾ അതിൻ്റെ സീക്രസി 100% ഉറപ്പുവരുത്തുകയും യാതൊരു കാരണവശാലും അത് മറ്റൊരു ചെവിയിലേക്ക് എത്താത്ത രീതിയിൽ അതിനെ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ജഡ്ജ്മെൻറ്റിലല്ലാതെ അൺബയസ്ഡ് ആയിട്ട്, വിത്തൗട്ട് പ്രെജുഡീസ്, വിത്ത് അറ്റ്മോസ്റ്റ് സീക്രസി, ഈ രീതിയിൽ കേൾക്കുകയും അതിനുവേണ്ട സൊല്യൂഷൻസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാമിലും നമ്മുടെ എംപ്ലോയീസ്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായ എംപ്ലോയീസ്, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരവധി കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആ പ്രയോജനം എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ വർക്കിംഗ് അവേഴ്സിലാണ് നമ്മൾ തുടങ്ങിയത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ആനന്ദം. നിർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറ ഇവിടെ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് 16 മണിക്കൂർ 18 മണിക്കൂർ ജോലിയാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന നിരവധി കേസുകളുണ്ട്. നമ്മുടെ ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും മക്കളും ഒക്കെ വർക്ക് ചെയ്യുന്നത് കാണാം. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും പ്രത്യേകിച്ച് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അടിമകളെ പോലെ പണിയെടുക്കുവാൻ സ്വയം വിട്ടുകൊടുക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, ഉറക്കം ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നല്ല പ്രശസ്തമായ കമ്പനിയിൽ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുന്ന, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന അവരെ സംബന്ധിച്ചോളം അവർ ഭക്ഷണം മറന്നു പോകുന്നു. നിരവധി വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമില്ല, പ്രോജക്റ്റ് തീർക്കാതെ ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ജോലി ചെയ്യുന്നവർ, ഉറക്കം 4 മണിക്കൂറിൽ താഴെ ആയിട്ട് ഉറങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാതെ പണിയെടുക്കുന്നവർ, രാവിലെ 5 മണി മുതൽ രാവിലെ 10 മണി വരെ കിടന്നുറങ്ങുന്നവർ. ഇങ്ങനെ വിചിത്രമായ ജോലി സമ്പ്രദായങ്ങളാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ജോലി എന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട, അതിനുവേണ്ടി സമരം ചെയ്ത ആ തൊഴിലാളികളെ ഓർത്തു പോകുന്നു. ഹാർഡ് വർക്ക് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ്, അതിനൊരു അതിർവരമ്പ് വയ്ക്കുവാൻ നമ്മൾ തയ്യാറാകണം. 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂർ വർക്ക് ചെയ്യാം, 12 മണിക്കൂർ വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നിലനിൽക്കണമെന്നെങ്കിൽ അയാൾക്ക് വിശ്രമം ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്. 7 മണിക്കൂർ 8 മണിക്കൂർ വിശ്രമം ആവശ്യമാണ്, കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും. വിനോദങ്ങൾ ആവശ്യമാണ്, വ്യക്തിബന്ധങ്ങൾ ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്. സ്വന്തം പാർട്ട്ണറെ പോലും കരുതാതെ പ്രോജക്റ്റുകളുടെ പുറകെ പോകുന്ന തലമുറയോട് എനിക്കതാണ് പറയാനുള്ളത്. നമ്മളുടെ പങ്കാളി, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾ, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന യുവ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനി ഈ ഒരു സർവീസ് ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അതൊരു കമ്പൽസറി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. EAP, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരാണ് ആ പാനലിലുള്ളത്.
അവരുടെ സേവനം തേടാവുന്നതാണ്. അതിലൊരു നാണക്കേടും കരുതേണ്ട, ലജ്ജയും കരുതേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് വിവിധ അസുഖങ്ങൾ, പനി, തലവേദന, നടുവേദനയൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മനസ്സിനും ചില തളർച്ചകൾ ഉണ്ടാവും. അത് വലിയ ഗുരുതരമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് തുടക്കത്തിൽ തന്നെ ഒരു ശരിയായ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സപ്പോർട്ട് എടുക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ പല കമ്പനികളും, വേൾഡിൽ തന്നെ ഏറ്റവും വലിയ കമ്പനികളായ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് യോഗ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, റിലാക്സേഷൻ പ്രോസസ്സുകൾ ശീലമാക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, സമയം അനുവദിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി യുവതലമുറ അതിൽ വലിയ കാര്യം കാണുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസം 15 മിനിറ്റെങ്കിലും എന്തെങ്കിലും റിലാക്സേഷൻ പ്രോസസ്സ്, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതിന് ധാരാളം ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് വീണ്ടും ഒന്ന് ഓർമ്മിക്കുന്നു. ഉപജീവനമാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. ഉപജീവനമാണ്. ജീവനം, ജീവിതം എന്ന് പറയുന്നതാണ് പ്രധാനം. അതിൻ്റെ ഒരു സബ്സിഡറി മാത്രമാണ് നമ്മുടെ കരിയർ. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വന്തം ആരോഗ്യം, നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി, സന്തോഷം, ആനന്ദം, ഇവയൊന്നും മറന്നുകൊണ്ട് മുമ്പോട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ സമ്പാദിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. So enjoy your work, enjoy your life, enjoy your family. Thank you again.